വിമാനത്താവളം വിമാനങ്ങൾ വരികയും പോവുകയും അതിനാവശ്യമായ മിനിമം സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യഘട്ടത്തിലുണ്ടാവുന്നത്. പക്ഷേ കാലാനുസൃതമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് എവിടെയും ബാധകമായ പൊതുതത്വമാണ്. ഈ കാലാനുസൃതമായ മാറ്റം സിയാൽ ഭംഗിയായി നിർവഹിച്ചു എന്നതാണ് സിയാലിൻ്റെ വിജയരഹസ്യം. അത്തരം വികസന കാര്യങ്ങളിൽ പൊതുവെ എല്ലാവരും തൽപരരുമാണ്. സിയാൽ വികസിച്ചു വരുമ്പോൾ സിയാലിൻ്റെ ഓഹരി ഉടമകൾ മാത്രമല്ല, സിയാലുമായിട്ട് ബന്ധപ്പെടുന്ന ലക്ഷക്കണക്കിൽ യാത്രക്കാരും നമ്മുടെ നാടാകെയും സന്തോഷിക്കുക. മാത്രമല്ല, യാത്ര ചെയ്ത് ഇവിടെ എത്താനിടയാകുന്ന സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുള്ള ഒട്ടേറെ യാത്രക്കാരും ഈ കാര്യങ്ങളിൽ അങ്ങേയറ്റം സന്തുഷ്ടരാകുന്നതാണ് നാം കാണുന്നത്. അതാണ് കാലാനുസൃതമായ വികസനത്തിൻ്റെ പ്രത്യേകത. ഇവിടെ പുതിയൊരധ്യായം കൂടിയാണ് സിയാലിൻ്റെ എയ്റോ പാർക്ക് ഫേസ് 1 വരവോടുകൂടി ഉണ്ടാകുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ സിയാൽ എയ്റോ പാർക്ക് ഫേസ് 1 ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഏവിയേഷൻ സംബന്ധമായ എല്ലാവിധ സർവീസുകളും കൂടിച്ചേരുന്ന ഒരു പ്രത്യേക മേഖലയാണിത്. ഈ മേഖലയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, MRO വിഭാഗങ്ങൾ, ഇവയ്ക്ക് പുറമെ ഉടനടി ഇതിനോടൊപ്പം ചേർക്കപ്പെടുന്ന 101 കോടി രൂപയുടെ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാകും ഈ പ്രത്യേക മേഖല. തൊഴിലിടങ്ങൾ, വിവിധ തരത്തിലുള്ള സാങ്കേതിക പരിശീലനങ്ങൾക്ക് ഉതകുന്ന സൗകര്യങ്ങൾ, വിമാന അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സൗകര്യം, വിമാനം ദീർഘകാലം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം, സ്റ്റോറേജ് സംവിധാനങ്ങൾ, സെമിനാർ ഹാളുകൾ തുടങ്ങിയവയെല്ലാം ഇതിലുൾപ്പെടും. മാത്രമല്ല, ഇവിടെ നിന്നും എയർപോർട്ട് ഓപ്പറേഷൻ ഏരിയയിലേക്കും സിറ്റി സൈഡിലേക്കും കണക്ടിവിറ്റിയും ഒരുക്കിയിട്ടുണ്ട്. ഈ സംവിധാനം യാഥാർത്ഥ്യമാവുക വഴി നേരിട്ട് 2000-ഓളം പേർക്കും അതിൻ്റെ 3 ഇരട്ടി പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. അതായത് ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയുടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കേന്ദ്രമായി ഇത് മാറും.